നമുക്ക് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സവാള എടുക്കാം. പിന്നെ 2 കോഴിമുട്ട പൊങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് കാണിക്കാനുണ്ട്. അത് ഞാൻ ഈ സവാള വഴറ്റിയിട്ട് കാണിച്ചു തരാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടി കട്ടിയുള്ള ചീനിച്ചട്ടിയാണ് നല്ലത്. പാത്രം നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 സ്പൂണൊക്കെ മതി. ഇത്രയും മതി. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള അരച്ച് കൊടുക്കാം. ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. തീ കൂട്ടിക്കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി പച്ചമുളകിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ പേസ്റ്റ് ചേർക്കാം. സമയത്ത് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ചതച്ചതാക്കാം. പേസ്റ്റൊന്നും ആക്കിയിട്ടില്ല. എന്നിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ടോളൂ കേട്ടോ. പച്ചമുളക് ചേർത്തതായതുകൊണ്ട് നമുക്ക് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. 1 പിഞ്ച് ഗരം മസാലപ്പൊടി, 1 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യുക. കുറച്ചുകൂടി ഒന്ന് വഴങ്ങട്ടെ കേട്ടോ. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ് ചേർത്തത്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൂടിപ്പോണ്ട ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പൊടികളെ പച്ചമണമൊക്കെ പോയി വരുമ്പോൾ നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇത് ആട്ടപ്പൊടി, ഞാൻ ആട്ടയാണ് എടുത്തത്. നിങ്ങൾക്ക് മൈദ വേണം എടുക്കാം. മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഗോതമ്പ് പൊടിയാണ് നമുക്ക് നല്ലത്. ഞാൻ ഗോതമ്പ് പൊടി എടുക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുള്ളൂ. കുറച്ചുകൂടി എടുക്കട്ടെ. 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് കുറേശ്ശായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടിയിലുള്ള പാകത്തിന് കലക്കിയെടുക്കണം. പാകത്തിൽ കട്ടിയിൽ നമുക്കിതൊന്ന് വെള്ളം ചേർത്തെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു മിക്സി ജാറിലേക്ക് ഇത് മാറ്റാം. നമുക്കിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. 2 പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരേ. ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇത്രയും മതി. ഇനി വലുതായിട്ട് ചൂടണമെങ്കിൽ കുറച്ച് എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഈ പാകത്തിൽ വേണം നമ്മൾ കോഴിമുട്ടയും കൂട്ടി അടിച്ചെടുക്കാനും. അധികം ലൂസായി പോരുത്, അധികം ടൈറ്റ് ആയി പോകണ്ട. ഇതാണ് അതിൻ്റെ കണക്ക്. നേരത്തെ പുഴുങ്ങി വെച്ച കോഴിമുട്ട ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യലൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു കുക്കറാണ് എടുത്തത്. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. കുക്കറും ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1 സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് അടി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചുറ്റിച്ചത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഗോതമ്പ് മാവിൻ്റെ പകുതി ഭാഗം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അത്രയും മതി. മസാല ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കണേ. അത്രയും മതി. അതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ട് അതൊന്ന്
വാടി വരട്ടെ, വേവാനല്ല, ഒന്ന് കുറച്ച് വരട്ടെ. ഈ മുട്ട ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ മേലായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ബാക്കി ഈ മസാല കൂടിയാൽ ഉള്ളി ചേർത്ത് കൊടുക്കേ. മസാല ചേർത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി പാകി കൊടുക്കാം. മുട്ടയ്ക്ക് പകരം നമുക്ക് ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ കോഴിമുട്ട വെച്ചാൽ ചെയ്തത്, നമുക്ക് ചിക്കൻ വെച്ചും ചെയ്യാം. നമ്മുടെ പലഹാരം ഞാൻ തീ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചതാണ്. വീഡിയോ എടുക്കാൻ വിട്ടുപോയൊരു കാര്യം, ഒന്നിതിൽ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയി. വീഡിയോ എടുക്കാൻ മറന്നുപോയി. കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട് മസാലയിൽ. പിന്നെ നമ്മൾ അടുപ്പത്ത് ഇത് വെക്കുമ്പോൾ അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിലാണ് 20 മിനിറ്റ് വേവിച്ചെടുത്തത്. നമുക്കതൊന്ന് കമഴ്ത്തി നോക്കാം. സൂപ്പറായി വന്നിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ടല്ലേ. കരിഞ്ഞു പോയിട്ടൊന്നുമില്ലേ അടിഭാഗം. ഇനി നമുക്കതൊന്ന് മുറിച്ച് നോക്കേ. നമുക്കൊന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റ് അറിയാം. പലഹാരം സൂപ്പറായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ, വിശപ്പടങ്ങാനും ഇനി ചായക്കുള്ള ഒരു കടിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.